فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. സ്വാലിഹോ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ നാടുവിട്ടുപോയി. എന്റെ ജനമേ, എന്റെ റബ്ബിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്കെത്തിച്ചു തന്നിരുന്നു. ഞാൻ നിങ്ങളോട് ഏറെ ഗുണകാംക്ഷയുള്ളവനുമായി. പക്ഷേ എന്തു ചെയ്യാം, നിങ്ങൾ ഗുണകാംക്ഷികളെ ഇഷ്ടപ്പെടുന്നില്ല. وَلُوطًا إِذْ قَالَ لِقَوْمِهِ أَتَأْتُونَ الْفَاحِشَةَ مَا سَبَقَكُم بِهَا مِنْ أَحَدٍ مِنَ الْعَالَمِينَ. ലൂത്തിനെയും നാം പ്രവാചകനായി നിയോഗിച്ചു. അദ്ദേഹം സ്വജനത്തോട് പറഞ്ഞതോർക്കുക, നിങ്ങൾ ഇത്ര നാണം കെട്ടവരായോ? നിങ്ങൾക്കു മുമ്പ് ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ഈ അസഭ്യം ചെയ്യാൻ. ഇപ്പോൾ ട്രാൻസ് ജോർഡാൻ എന്നറിയപ്പെടുന്നതും ഇറാഖിന്റെയും ഫലസ്തീനിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശമായിരുന്നു ലൂത്ത് ജനതയുടെ അധിവാസഗേഹം. അവരുടെ തലസ്ഥാന നഗരിക്ക് സദൂം എന്ന പേരാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ചാവുകടലിന് സമീപത്തെവിടെയോ ആണത് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ ചാവുകടലിൽ മുങ്ങിപ്പോയിരിക്കാം. തൽമൂദിൽ പറയുന്നു, സദൂമിനു പുറമേ 4 വൻ നഗരങ്ങൾ കൂടി അവർക്കുണ്ടായിരുന്നു. ആ നഗരങ്ങൾക്ക് മധ്യേയുള്ള പ്രദേശം ഹൃദയഹാരിയായ പൂങ്കാവനമായിരുന്നു. നാഴികകളോളം പച്ച പുതച്ചു നിൽക്കുന്ന ആ തോട്ടത്തിന്റെ സൗന്ദര്യലഹരിയിൽ ആരും മതിമറന്നു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ പേരും കുറിയും ലോകത്തുനിന്ന് പാടെ തേഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു. ശരിക്കും എവിടെയായിരുന്നു അവരുടെ വാസസ്ഥലമെന്ന് പോലും ഇപ്പോൾ നിർണിതമല്ല. ചാവുകടൽ മാത്രമാണ് ആ ജനതയുടെ സ്മാരകമായി ഇന്ന് അവശേഷിക്കുന്നത്. അതിപ്പോഴും ബഹ്റുലൂത്ത് അഥവാ ലോത്തിന്റെ കടൽ എന്ന് പറഞ്ഞു വരുന്നു. ഇബ്രാഹീമിന്റെ സഹോദരപുത്രനാണ് ലൂത്ത്. ഇറാഖിൽ നിന്ന് പിതൃവ്യനോടൊപ്പം ലൂത്തും പുറപ്പെട്ടു. കുറച്ചുകാലം സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ എന്നിവിടങ്ങളിൽ ചുറ്റിക്കറങ്ങി പ്രബോധന പരിശീലനം നേടി. അനന്തരം പ്രവാചകത്വ പദവിയിൽ നിയുക്തനായ അദ്ദേഹത്തിൽ വഴിപിഴച്ച ആ ജനതയുടെ സംസ്കരണ ബാധ്യത അർപ്പിതമായി. സോദോമുകാരെ ലൂത്തിന്റെ ജനം എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് അവരുമായി വൈവാഹിക ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം. ജൂതന്മാരുടെ മാറ്റിമറിക്കലിന് വിധേയമായ ബൈബിൾ പഴയ നിയമം ലൂത്ത് നബിയുടെ ചരിത്രത്തിന്മേൽ ഒട്ടേറെ കറുത്ത പുള്ളികൾ വീഴ്ത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇബ്രാഹീമുമായി പിണങ്ങിയാണ് അദ്ദേഹം സദൂം പ്രദേശത്തേക്ക് പോയതെന്ന് വിവരിക്കുന്ന ഉൽപ്പത്തിയിലെ വചനങ്ങൾ. ഈ അബദ്ധ പ്രസ്താവനയെ ഖുർആൻ ഖണ്ഡിക്കുന്നു. അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെന്നത്രേ ഖുർആൻ പറയുന്നത്. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. ലൂത്തിനെയും നാം പ്രവാചകനായി നിയോഗിച്ചു. അദ്ദേഹം സ്വജനത്തോട് പറഞ്ഞതോർക്കുക, നിങ്ങൾ ഇത്ര നാണം കെട്ടവരായോ? നിങ്ങൾക്കു മുമ്പ് ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ഈ അസഭ്യം ചെയ്യാൻ. ഇപ്പോൾ ട്രാൻസ് ജോർഡാൻ എന്നറിയപ്പെടുന്നതും ഇറാഖിന്റെയും ഫലസ്തീനിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശമായിരുന്നു ലൂത്ത് ജനതയുടെ അധിവാസഗേഹം. അവരുടെ തലസ്ഥാന നഗരിക്ക് സദൂം എന്ന പേരാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ചാവുകടലിന് സമീപത്തെവിടെയോ ആണത് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ ചാവുകടലിൽ മുങ്ങിപ്പോയിരിക്കാം. തൽമൂദിൽ പറയുന്നു, സദൂമിനു പുറമേ 4 വൻ നഗരങ്ങൾ കൂടി അവർക്കുണ്ടായിരുന്നു. ആ നഗരങ്ങൾക്ക് മധ്യേയുള്ള പ്രദേശം ഹൃദയഹാരിയായ പൂങ്കാവനമായിരുന്നു. നാഴികകളോളം പച്ച പുതച്ചു നിൽക്കുന്ന ആ തോട്ടത്തിന്റെ സൗന്ദര്യലഹരിയിൽ ആരും മതിമറന്നു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ പേരും കുറിയും ലോകത്തുനിന്ന് പാടെ തേഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു. ശരിക്കും എവിടെയായിരുന്നു അവരുടെ വാസസ്ഥലമെന്ന് പോലും ഇപ്പോൾ നിർണിതമല്ല. ചാവുകടൽ മാത്രമാണ് ആ ജനതയുടെ സ്മാരകമായി ഇന്ന് അവശേഷിക്കുന്നത്. അതിപ്പോഴും ബഹ്റുലൂത്ത് അഥവാ ലോത്തിന്റെ കടൽ എന്ന് പറഞ്ഞു വരുന്നു. ഇബ്രാഹീമിന്റെ സഹോദരപുത്രനാണ് ലൂത്ത്. ഇറാഖിൽ നിന്ന് പിതൃവ്യനോടൊപ്പം ലൂത്തും പുറപ്പെട്ടു. കുറച്ചുകാലം സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ എന്നിവിടങ്ങളിൽ ചുറ്റിക്കറങ്ങി പ്രബോധന പരിശീലനം നേടി. അനന്തരം പ്രവാചകത്വ പദവിയിൽ നിയുക്തനായ അദ്ദേഹത്തിൽ വഴിപിഴച്ച ആ ജനതയുടെ സംസ്കരണ ബാധ്യത അർപ്പിതമായി.
സോദോമുകാരെ ലൂത്തിന്റെ ജനം എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് അവരുമായി വൈവാഹിക ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം. ജൂതന്മാരുടെ മാറ്റിമറിക്കലിന് വിധേയമായ ബൈബിൾ പഴയ നിയമം ലൂത്ത് നബിയുടെ ചരിത്രത്തിന്മേൽ ഒട്ടേറെ കറുത്ത പുള്ളികൾ വീഴ്ത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇബ്രാഹീമുമായി പിണങ്ങിയാണ് അദ്ദേഹം സദോം പ്രദേശത്തേക്ക് പോയതെന്ന് വിവരിക്കുന്ന ഉൽപ്പത്തിയിലെ വചനങ്ങൾ. ഈ അബദ്ധ പ്രസ്താവനയെ ഖുർആൻ ഖണ്ഡിക്കുന്നു. അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെന്നത്രേ ഖുർആൻ പറയുന്നത്. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. ലൈംഗികാസക്തി ശമിപ്പിക്കുന്നതിന് നിങ്ങൾ സ്ത്രീകളെ വെടിഞ്ഞ് പുരുഷന്മാരെ സമീപിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ തികച്ചും അതിരുകടന്ന ജനം തന്നെ. ഈ ജനതയുടെ മറ്റു ചില പാപകൃത്യങ്ങൾ ഇതര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ദൈവശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഏറ്റവും വലിയ കുറ്റമാണിവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂത്തു സമുദായത്തിന് ശാശ്വതമായ കുപ്രസിദ്ധി നേടിക്കൊടുത്ത ഈ നീചകൃത്യത്തിൽ നിന്ന് ദുർമാർഗികളായ മനുഷ്യർ ഒരിക്കലും വിട്ടുനിന്നിട്ടില്ല. എന്നാൽ ഈ ഗുരുതരമായ കുറ്റത്തിന് ധാർമ്മികതയുടെ പദവി നൽകാൻ ശ്രമിച്ചു എന്ന ബഹുമതിക്കർഹരായത് യവന തത്വചിന്തകന്മാരത്രേ. അതിൽ വല്ല വിടവും അവശേഷിച്ചിരുന്നുവെങ്കിൽ ആധുനിക പാശ്ചാത്യ നാഗരികത അത് നികത്തിയിരിക്കുന്നു. ഈ ദുർവൃത്തിക്കനുകൂലമായി പരസ്യമായി തന്നെ വമ്പിച്ച പ്രചാരണം നൽകപ്പെട്ടു. ചില രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ അതിന് നിയമാനുവാദം നൽകുക പോലും ചെയ്തിരിക്കുന്നു. എന്നാൽ സ്വവർഗരതി പ്രകൃതിവിരുദ്ധ ചെയ്തിയാണെന്ന വസ്തുത തികച്ചും വ്യക്തമാണ്. എല്ലാ ജീവിവർഗങ്ങളിലും ഇണകളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ്യം സന്താനോൽപാദനവും വംശനിലനിൽപ്പുമാണ്. മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുദ്ദേശ്യം കൂടിയുണ്ട്. ഇരുവർഗങ്ങൾ ചേർന്ന് ഒരു കുടുംബം നിലവിൽ വരികയും അതിൽ നിന്ന് മനുഷ്യനാഗരികതയുടെ അസ്ഥിവാരം രൂപം കൊള്ളുകയും ചെയ്യുക എന്നതാണത്. ഈ ഉദ്ദേശ്യാർത്ഥം സ്ത്രീയെന്നും പുരുഷനെന്നും രണ്ടു വർഗം സൃഷ്ടിക്കപ്പെടുകയും അവരിൽ പരസ്പരാകർഷണ ശക്തി നിക്ഷിപ്തമാക്കുകയും ചെയ്തു. അവരുടെ ശരീരഘടനയും മാനസിക ഘടനയും ദാമ്പത്യ ലക്ഷ്യങ്ങൾ പരസ്പരം പൂർത്തീകരിക്കാൻ പാകത്തിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ഉദ്ദേശ്യ പൂർത്തീകരണത്തിനുള്ള പ്രേരക ശക്തിയായും അതേസമയം സേവനത്തിന് പ്രതിഫലമായും വർത്തിക്കുന്ന ഒരാനന്ദം ആ പരസ്പരാകർഷണത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ പ്രകൃതി വ്യവസ്ഥയെ മറികടന്ന് സ്വവർഗഭോഗത്തിൽ കാമപൂർത്തി വരുത്തുന്ന ഒരാൾ ഒരേ അവസരത്തിൽ ഒന്നിലധികം കുറ്റങ്ങൾ പ്രവർത്തിക്കുന്നു. ഒന്നാമതായി, തന്റെയും താൻ വിധേയനാക്കുന്നവന്റെയും ശാരീരിക മാനസിക ഘടനയോട് അയാൾ പോരാട്ടം നടത്തുന്നു. അതിൽ വമ്പിച്ച വൈകൃതം സൃഷ്ടിക്കുക മൂലം ഇരുവരുടെയും സദാചാരത്തിലും ശരീരാത്മാക്കളിലും അത്യന്തം ഗുരുതരമായ ദുഷ്ഫലങ്ങൾ ഉളവാക്കുന്നു. രണ്ടാമതായി, അയാൾ പ്രകൃതിയോട് ധിക്കാരവും വഞ്ചനയും കാണിക്കുന്നു. ലൈംഗിക ആനന്ദമെന്നത് മനുഷ്യവർഗത്തിനും നാഗരികതയ്ക്കുമുള്ള സേവനത്തിന് പ്രത്യുപകാരമായി പ്രകൃതി നിശ്ചയിച്ചതും അവകാശബാധ്യതകളോട് ബന്ധപ്പെടുത്തിവെച്ചതുമാണ്. അതയാൾ ഒരു സേവനം അനുഷ്ഠിക്കാതെയും ഒരു ബാധ്യത നിർവഹിക്കാതെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയും കവർന്നെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. മൂന്നാമതായി, അയാൾ മനുഷ്യസമൂഹത്തോട് തുറന്ന വിശ്വാസവഞ്ചന കാണിക്കുന്നു. സമൂഹം കെട്ടിപ്പടുത്ത നാഗരിക സ്ഥാപനങ്ങളിൽ നിന്ന് അയാൾ ആദായം പറ്റുന്നു. എന്നാൽ തന്റെ ഊഴമെത്തുമ്പോൾ അവകാശബാധ്യതകളുടെ ഭാരം ചുമക്കാൻ കൂട്ടാക്കുന്നുമില്ല. തികഞ്ഞ സ്വാർത്ഥിയെപ്പോലെ സമൂഹത്തിനും സദാചാരത്തിനും ഗുണകരമല്ലാത്ത വിദ്രോഹമാർഗത്തിൽ കഴിവുകൾ വിനിയോഗിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെ വർഗത്തിന്റെയും കുടുംബത്തിന്റെയും സേവനത്തിന് തികച്ചും അനർഹനെന്ന് സ്വയം തെളിയിക്കുന്നു. അതോടൊപ്പം ഒരു പുരുഷനെയെങ്കിലും പ്രകൃതിവിരുദ്ധമായി സ്ത്രീത്വത്തിലകപ്പെടുത്തുന്നു. രണ്ട് സ്ത്രീകൾക്കെങ്കിലും സദാചാര ലംഘനത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്യുന്നു. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. പക്ഷേ ആ ജനത്തിന്റെ മറുപടി ഇതുമാത്രമായിരുന്നു: ഇവരെ നമ്മുടെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുവിൻ, ഇവർ വലിയ വിശുദ്ധന്മാരായി ചമയുന്നുവല്ലോ. ആ ജനത കേവലം ലജ്ജയില്ലാത്തവരും
അസാൻമാർഗികളും മാത്രമായിരുന്നില്ല. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ സാന്നിധ്യം പോലും പൊറുപ്പിക്കാനാവാത്ത വിധം ധാർമ്മിക അധപതനത്തിന്റെ അടിത്തട്ടിൽ അവർ പതിച്ചു പോയിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സംസ്കരണത്തിന്റെ ശബ്ദം പോലും അവർക്ക് അസഹനീയമായിരുന്നു. ബീഭത്സവും പാപപങ്കിലവുമായ ആ അന്തരീക്ഷത്തിൽ അവശേഷിച്ച ഒരു പിടി നല്ല ആളുകളെപ്പോലും പുറത്താക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു. ഇത്രത്തോളം നീചരായി കഴിഞ്ഞ ശേഷമാണ് ആ ജനതയെ ഉന്മൂലനാശം വരുത്താൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു ജനതയുടെ സാമൂഹിക ജീവിതത്തിൽ പരിശുദ്ധിയുടെ ചെറിയ ഒരംശം പോലും അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവരെ ഭൂമുഖത്ത് നിലനിർത്തുന്നതിന് ഒരു ന്യായീകരണവുമില്ല. കെട്ട പഴക്കൊട്ടയിൽ ഏതാനും നല്ല പഴങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം അത് വെച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. പക്ഷേ ആ നല്ല പഴങ്ങളും എടുത്തു മാറ്റപ്പെട്ടാൽ പിന്നെ കൊട്ട ഏതെങ്കിലും കുപ്പക്കുഴിയിൽ കൊട്ടിക്കളയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. فأنجيناه وأهله إلا امرأته كانت من الغابرين. ഒടുവിൽ ലൂത്തിനെയും കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ പത്നിയെ ഒഴിച്ച്. അവൾ പിന്മാറി നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു. മിക്കവാറും ആ ജനതയിൽപ്പെട്ട ലൂത്ത് നബിയുടെ ഭാര്യ കാഫിറുകളായ സ്വജനങ്ങളുടെ പക്ഷത്താണ് നിലകൊണ്ടിരുന്നത്. അവസാനം വരെ അവരെ കൈയൊഴിച്ചതുമില്ല. അതിനാൽ ശിക്ഷ ഇറങ്ങുന്നതിനു മുമ്പ് ലൂത്ത് നബിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നാടുവിട്ടു പോകാൻ ദൈവകൽപ്പനയുണ്ടായപ്പോൾ ആ സ്ത്രീയെ കൂടെ കൂട്ടരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين. മദിയൻ നിവാസികളിലേക്ക് നാം അവരുടെ സഹോദരൻ ശുഐബിനെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം പ്രബോധനം ചെയ്തു, എന്റെ ജനമേ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, അവനല്ലാതെ വേറെ ദൈവമില്ല തന്നെ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് സ്പഷ്ടമായ മാർഗദർശനം ആഗതമായിരിക്കുന്നു. അതിനാൽ അളവ് തൂക്കങ്ങൾ കൃത്യമായി പാലിക്കുവിൻ. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ കമ്മി വരുത്താതിരിക്കുവിൻ. ഭൂമിയുടെ സംസ്കരണം കഴിഞ്ഞിരിക്കെ ഇനി അതിൽ നാശമുണ്ടാക്കാതിരിക്കുവിൻ. ഇതാകുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ട വിശിഷ്ടമായ ചര്യ, നിങ്ങൾ സത്യം കൈക്കൊള്ളുന്നവരാണെങ്കിൽ. ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين. നിങ്ങൾ എണ്ണത്തിൽ തുച്ഛമായിരുന്ന കാലം ഓർത്തുനോക്കുക. അനന്തരം അള്ളാഹു നിങ്ങളെ പെരുപ്പിച്ചു. ലോകത്ത് നാശകാരികളായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയെല്ലാമായിരുന്നുവെന്ന് കണ്ണു തുറന്നു നോക്കുവിൻ. ഏത് പാഠങ്ങളുമായാണോ ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ നിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയുമാണല്ലോ. എങ്കിൽ അള്ളാഹു നമുക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. അവനോ തീരുമാനം കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനല്ലോ. وَإِن كَانَ طَائِفَةٌ مِّنكُمْ آمَنُوا بِالَّذِي أُرْسِلْتُ بِهِ وَطَائِفَةٌ لَّمْ يُؤْمِنُوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين. നിങ്ങൾ എണ്ണത്തിൽ തുച്ഛമായിരുന്ന കാലം ഓർത്തുനോക്കുക. അനന്തരം അള്ളാഹു നിങ്ങളെ പെരുപ്പിച്ചു. ലോകത്ത് നാശകാരികളായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയെല്ലാമായിരുന്നുവെന്ന്
കണ്ണു തുറന്നു നോക്കുവിൻ. ഏത് പാഠങ്ങളുമായാണോ ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ നിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയുമാണല്ലോ. എങ്കിൽ അല്ലാഹു നമുക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. അവനോ തീരുമാനം കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനല്ലോ.